തലേ ദിവസം 1 ഗ്ലാസ് വൻപയർ ഞാൻ കുതിർത്താനായി വെള്ളത്തിലിട്ടിരുന്നു. അത് രാവിലെ ആയപ്പോൾ കുതിർന്ന് കിട്ടി. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഇവിടെ വൻപയറൊന്നും എനിക്കിവിടെ കിട്ടത്തില്ല. ഇത് നമ്മളിവിടെ ഒരു കേരള സ്റ്റോറുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചു. 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ മത്തങ്ങയും പച്ചമുളകും അരിഞ്ഞു വെച്ചു. അത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കണം. അതിലേക്കും ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാൻ നോക്കുകയാണ്. മത്തങ്ങ, നല്ല അടിപൊളി മത്തങ്ങ കിട്ടി കേട്ടോ എനിക്ക് ഈ ആഴ്ച മാർക്കറ്റിൽ നിന്നും. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ആദ്യം തന്നെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി എന്നിവ അരച്ച് നന്നായി അരച്ച് വെക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ മത്തങ്ങ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെന്ത വൻപയറും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി വെന്തു കേട്ടോ എൻ്റെ വൻപയർ. 3 വിസിൽ കൊണ്ട് നന്നായി വെന്തു. പിന്നെ വൻപയറിനൊക്കെ ഇവിടെ ഭയങ്കര പൈസയാണ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റോറിലാണ് ഇത് കിട്ടുക. ഇവിടെ നമ്മൾക്ക് അവൈലബിൾ അല്ലല്ലോ, ഭയങ്കര പൈസയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മളുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നു. അത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അത് നമ്മൾ മൂടി വെക്കുന്നു. മൂടി വെച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നന്നായി തിള വന്ന ശേഷം ഒന്നും കൂടി ഇറക്കി കൊടുക്കുക. അതിന് ശേഷം വേറൊരു ചീനച്ചട്ടി എടുത്ത് അതിലിച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണയൊഴിച്ച് അതിലേക്ക് കടുക് ഇട്ട ശേഷം 2-3 വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം ആ കറിയിലേക്ക് എടുത്തൊഴിക്കുക. രുചിയൂറും മത്തങ്ങ വൻപയർ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.